ഗായ്സ്, ഇന്ന് പൊന്നാരി വീരൻ എന്ന ചീരയാണ് ഈ കാണുന്നത്. ഈ പൊന്നാരി വീരനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഞാനിന്ന് വീട്ടിൽ തോരൻ വെക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് പറമ്പിലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് കുറേ പൊന്നാരി വീരൻ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു. എന്നാൽ ഇന്നത്തെ തോരൻ അതാകട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി വന്നപ്പോഴാ ധാരാളം ഇങ്ങനെ പൂത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ കാട് പോലെ ഈ പൊന്നാരി വീരൻ ചീരകൾ കാണാറുണ്ട്, പറിക്കാറുമുണ്ട്. എന്തായാലും ഇന്നത്തെ തോരൻ പൊന്നാരി വീരൻ ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൊന്നാരി വീരൻ പറിക്കുകയാണ്. പൊന്നാരി വീരൻ പഴയുള്ള ആൾക്കാർ പറയാറുണ്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണെന്ന് പറയാറുണ്ട്. നമുക്കത് അറിയാറില്ല, നമ്മളതിങ്ങനെ വളരെയായിട്ട് ഉപയോഗിക്കാറില്ല. പഴയ ആൾക്കാരുണ്ട് ഇങ്ങനെയൊന്നും നിൽക്കാൻ സമ്മതിക്കത്തുമില്ല. എന്തായാലും പൊന്നാരി വീരനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻ്റായിട്ട് ഇടൂ, ബാക്കിയുള്ള ഞങ്ങൾക്കും അത് മനസ്സിലാകും. അങ്ങനെ ഞാൻ ഇന്ന് തോരൻ വെക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറമ്പിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ മഞ്ഞപ്പൂവായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പൊന്നാരി വീരനെയാണ് കണ്ടത്. എന്തായാലും കടയിൽ പോയി നമ്മൾ തോരൻ വെക്കാൻ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൻ്റെ പറമ്പിൽ നിൽക്കുന്ന പൊന്നാര വീരൻ, മത്തയില, മുരിങ്ങയില, ഇങ്ങനെയുള്ള ഐറ്റം, വാഴക്കൂമ്പുകൾ, ഓമയ്ക്ക ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊന്നും പേടിക്കേണ്ട, വിഷങ്ങളോ അടങ്ങിയതാണെന്നൊന്നും പേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പൊന്നാരി വീരൻ, തകരയില്ല, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ. എന്തായാലും ഇന്നത്തെ വീഡിയോ പൊന്നാരി വീരനെ കുറിച്ച് പറിക്കാൻ വന്നപ്പോൾ ഇടുകയാണ്. പൊന്നാരി വീരനെ കുറിച്ച് അറിയാവുന്നവരും ഇതിനെക്കുറിച്ച് കഴിച്ചിട്ടുള്ളവരും നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള കമൻ്റായിട്ട് ഞങ്ങളെയും കൂടെ അറിയിക്കുക. പൊന്നാരി വീരൻ്റെ ഇലയും അതിൻ്റെ അതുകണക്ക് അതിൻ്റെ പൂവും തോരൻ വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ഇതിൻ്റെ ഇലകളും പൂവുകളും ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ മറ്റ് പേരെന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊന്നാരി വീരൻ എന്നാണ് പറയാറുള്ളത്. എന്തായാലും നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന പെണ്ണുങ്ങൾക്കാണ്, അതിനേക്കാളും കൂടുതൽ അറിയുന്നത് പഴമക്കാരും പഴയ ആൾക്കാർക്കാണ്. അവർക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഓരോ ഇലകളെക്കുറിച്ച് അവർക്ക് ഓരോ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഈ പൊന്നാരി വീരൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പറിക്കുകയാണ്. ഈ പൊന്നാരി വീരൻ്റെ എന്ന് പറയുന്നത് അമരക്കട കൂട്ടിയിരിക്കുന്ന സാധനമാണ്. ഇത് പഴമക്കാർ ഇത് ഉണങ്ങുമ്പോൾ അതിനകത്ത് നിന്ന് അരിയെടുത്ത് എന്തോ അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് തന്നെ വേരും ആയുർവേദത്തിന് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. നമുക്കറിയത്തില്ല അത് എന്തൊക്കെയാണെന്ന്. അങ്ങനെ പൊന്നാരി വീരൻ ഒരു വിഷമില്ലാത്ത ചീരയായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് കൂടുതലും കണ്ടുവരുന്നതാണ്. വഴിയോരങ്ങളും പാടത്തും പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു നല്ല ചീരയാണ്. ഇതിലൂടെ ഇതിൻ്റെ ഇലകളൂടെ മറ്റ് ഇലകളും ഇട്ട് തോരൻ വെക്കുന്നവരുണ്ട്. നമ്മുടെ മുരിങ്ങയില, മത്തേനില, അങ്ങനെയുള്ള ഇലകളും ഇതിനോട് ചേർത്ത് തോരൻ വെക്കുന്നവരുണ്ട്. ഇത് മാത്രമിട്ട് തോരൻ വെക്കുന്നവരുമുണ്ട്. ഇതിൻ്റെ പൂ മാത്രം പറിച്ച് തോരൻ വെക്കുന്നവരുമുണ്ട്. എന്തായാലും നമുക്ക് ഞാൻ ഇന്ന് പറിക്കാൻ പോകുന്നത് പൂവും ഇലയും കൂടെയാണ്. ഞങ്ങളുടെ ഈ പറമ്പിലൊക്കെ എന്ന് പറയുമ്പോൾ വിഷമൊന്നും അടിക്കാത്തതായതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് പറിക്കാം. നമുക്ക് ഇതിനകത്ത് ചിലന്തി വലയും ഈ ചിലന്തിയൊക്കെ കാണും. അതൊക്കെ നമ്മൾ ആ ഇലയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കി ചെറുതായിട്ടൊന്ന് വെള്ളം തോരുന്നവരെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇത് അരിഞ്ഞ് തോരൻ വെക്കുക ചെയ്യുന്നത്. മറ്റേ ഒരു സൈസ് വെള്ളച്ചീര എന്ന് പറഞ്ഞ ചീരയുടെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അതും നമുക്ക് പതിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് തോരൻ വെക്കാവുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ കമൻ്റായി ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരിക. എന്തായാലും പൊന്നാരി വീരനെ കുറിച്ച് ഓരോ നാട്ടിലും ചിലപ്പോൾ പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇല എന്ന് പറയുമ്പോൾ ഒരു ചീമപ്പുളിയുടെ അതേ സാമ്യമുള്ള ഇലയാണ് കാണുന്നത്. ഇതിൻ്റെ പൂവും ഒക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട്
ഇത് നല്ല ചീരയായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ അഗസ്ത്യക്കീരയുടെ പൂവ് ഉപയോഗിക്കുന്ന കണക്ക് തന്നെയാണ് ഇതിൻ്റെയും പൂവ് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന രീതിയിൽ നിങ്ങൾ കമൻ്റായിട്ടിടൂ. അപ്പോൾ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.